ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ ഈ സ്പോട്ടിൽ നിന്ന് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഏരിയൽ ഷോട്ട്സ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എത്ര വലിയ ഭീകരതയുള്ള, എത്ര വലിയ വ്യാപ്തിയുള്ള ഒരു മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത് എന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. നേരത്തെ ആ CCTV ഫുട്ടേജസിലും ഉണ്ടായിരുന്നു. ഞൊടിയിടക്കുള്ളിൽ, സെക്കൻഡ്സിനുള്ളിൽ എല്ലാം സംഭവിക്കുന്നുണ്ട്. ആ സൈഡിൽ നിർത്തിയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ബസ് നേരെ ആ നദിയിലേക്ക് പോകുന്നു, ആ പുഴയിലേക്ക് പോകുന്നു. ടാങ്കർ ലോറി അടക്കം പിറകിലോട്ട് തള്ളി വരുന്നു. മനുഷ്യന്മാരെ അടക്കം പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരുന്നു. അങ്ങനെ നിമിഷങ്ങൾക്കകം കഴിഞ്ഞുപോയ ഒരു വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്, അതിലേക്ക് പോകാം. ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതിനൊരു സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോയി ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കും. മാത്രം കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്ന പ്രിക്കോഷൻസ് ഒക്കെ നമുക്കൂടെ ബോധ്യപ്പെടും. ജില്ലാ ഭരണകൂടം പോലും അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ ഒരു ദുരന്ത സമയത്ത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മിസ്സിംഗ് ആയവരെ കണ്ടെത്തുക, ഇവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ള. അതുപോലെ ഇനി ഒരു മഴ വന്നാലൊന്നും അടുത്തുള്ള ആളുകൾക്കൊന്നും പ്രയാസമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം. ബാക്കിയുള്ള കാര്യം ഗവൺമെൻറ് കൂടി ആലോചിച്ച് ചെയ്യുക. കാര്യത്തിൽ 2 മിനിസ്റ്റേഴ്സും കൊണ്ട് പോന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട റവന്യൂ മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ജില്ലയുടെ ചാർജുള്ള DCT മിനിസ്റ്ററും അവരോട് എത്തിക്കഴിയുമ്പോൾ കൂടിയാലോചിച്ച് ചെയ്യുക. ഏതായാലും ജില്ലാ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ടൈം ബോണ്ടായിട്ട് നടന്നു. ഒരാൾക്ക് പോലും അക്കാര്യത്തിൽ ഒരു പരാതിയോ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പിന്നെ എല്ലാ ദുരന്ത നിവാരണ സംവിധാനങ്ങളും ഇവിടെ എത്തിക്കാൻ കഴിയും എന്നുള്ളത് വലിയ നേട്ടമാണ്. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് ഒരു വികസന പ്രവർത്തനം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുടെ ജീവൻ പണയം വെക്കേണ്ടി വരും. അതാ പ്രശ്നം. ഓക്കെ.